ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ഒന്നുമല്ല, മറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ഒരുപാട് കമൻറ്റ് ബോക്സുകളിൽ അതുപോലെ തന്നെ കുറേ പോസ്റ്റേഴ്സ് കണ്ടു, ചില ആളുകളുടെ വീഡിയോയിൽ അവർ പറയുന്നത് കേട്ടു. നമ്മുടെ ജിസൈൽ തക്രാൽ, ജിസൈൽ ഈ സീക്രട്ട് റൂമിലേക്ക് ജിസൈലിനെ മാറ്റിയിട്ടുണ്ട്, അല്ലാതെ ജിസൈൽ ഔട്ടായിട്ടൊന്നുമില്ല എന്നൊക്കെ കുറേ പേര് പറയുന്നത് കേട്ടു, കമൻറ്റ് ബോക്സുകളിൽ കാണുന്നു. അപ്പോൾ കുറേ ആളുകൾക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനിയും ശരിക്കും സീക്രട്ട് റൂമിൽ വല്ലതും ആണോ എന്നൊക്കെ കുറേ ആളുകളുടെ ഡൗട്ടുകൾ എന്നോട് തന്നെ പേഴ്സണലി ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ജിസൈൽ സീക്രട്ട് റൂമിലൊന്നും അല്ല, ജിസൈൽ ഔട്ടായി. മിക്കവാറും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ജിസൈൽ ചിലപ്പോൾ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ എത്തിയേക്കാം, ചിലപ്പോൾ കൊച്ചിയിലായിരിക്കാം, ചിലപ്പോൾ ബോംബെയിലായിരിക്കാം. എന്താണെങ്കിലും ജിസൈൽ ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ജിസൈലിനെ സീക്രട്ട് റൂമിലേക്കൊന്നും മാറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനെ. നിങ്ങളിനി ഈ വീഡിയോ കാണുന്നവരൊക്കെ നോക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്നിട്ട് വാ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരാൻ. ഇപ്പോൾ എന്നെ വിശ്വാസമുള്ളവർ ലൈക്ക് ചെയ്യുക, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇനി എന്തുകൊണ്ട് ജിസൈൽ പുറത്തു പോയി, നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സംഗതി വേറൊന്നുമല്ല, ജിസൈൽ നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, ഇത് മുമ്പത്തെ നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൽ വരെ പോയ ഒരാളാണ്. പക്ഷേ ജിസൈൽ മലയാളം ബിഗ് ബോസിൽ വന്നപ്പോൾ ഒരു കോംബോയിൽ പോയി വീണു, ജിസൈൽ ആര്യൻ കോംബോ. അതിലായിരുന്നു ഇവർ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് മൊത്തവും. ആ കോംബോയിൽ പൊയ്ക്കൊണ്ടിരുന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവരുടെ കോംബോയിൽ ചെറിയ ചെറിയ അവിടെയും ഇവിടെയും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. ജിസൈലിൻ്റെ ചെറിയ ചെറിയ പൊസസീവ് പരിപാടികൾ നമ്മൾ കണ്ടു. ലക്ഷ്മിയുടെ രാത്രി ഇരുന്ന് സംസാരിക്കുന്നത് പ്രശ്നം, ആര്യൻ. അപ്പം അതുപോലുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ജിസൈലിന് പൊസസീവ്, ചിലപ്പം പറയാൻ പറ്റത്തില്ല, ഒരു സ്നേഹം ഒരു ഇഷ്ടമൊക്കെ ചിലപ്പം ആര്യനോട് ഉള്ളത് കൊണ്ടായിരിക്കാം കുറച്ച് കൂടുതൽ, ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും നമുക്കറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ആ കോംബോയിലുള്ളപ്പോൾ അവർക്ക് കണ്ടന്റ് ഉണ്ടായിരുന്നു. ആ കോംബോയിൽ നിന്നൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് ജിസൈലിന് സത്യം പറഞ്ഞാൽ കണ്ടന്റ് വേറൊന്നും ഇല്ല. എന്താ പിന്നെ ജിസൈലിനുള്ള കണ്ടന്റ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആകെ ജിസൈലിനുള്ള പിന്നെയുള്ള ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം കാണിക്കുക, ആലു പൊറോട്ട ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ജിസൈലിൻ്റെ കണ്ടന്റ്. അതല്ലാതെ വേറൊരാളുമായിട്ടുള്ള ഒരു ഗെയിം നമ്മൾ കാണുന്നതേ ഇല്ല. ആര്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആര്യനുമായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആര്യന് വരുന്നൊരു ഗെയിം അത് ചിലപ്പോൾ ജിസൈൽ ചാടിക്കയറി പിടിക്കും. ഏണി വെച്ച് വള്ളി പിടിക്കുക എന്നൊക്കെ പറയത്തില്ല, ഏതാണ്ട് അതുപോലെ. അങ്ങനെ ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗെയിം എന്ന് പറയുന്നത്. പക്ഷെ ആര്യൻ അങ്ങനെ അല്ലായിരുന്നു. ആര്യൻ ജിസൈൽ ഇല്ലെങ്കിലും ആര്യൻ സൈഡിൽ കൂടെ ഗെയിം കളിക്കും. ഇപ്പം കളിച്ചോണ്ട് ഇരിപ്പുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നു, മനസ്സിലായില്ലേ? ഒരാളെ മാത്രം ജിസൈലിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ബാക്കി എല്ലായിടത്തും പോയി ഗെയിം കളിക്കുമായിരുന്നു ആര്യൻ. പക്ഷെ ജിസൈലിന് അത് പറ്റിയിട്ടില്ല. അവിടെയാണ് ജിസൈലിനൊരു പണിവാളിപ്പോയത്. എനിക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ വേണമെങ്കിൽ എക്സാമ്പിൾ എടുക്കുക, നമ്മുടെ ഷാനവാസ് അനീഷ്, അവരുടെ കോംബോയെ പറ്റി എല്ലാവരും പൊക്കി പറയാറുണ്ടല്ലോ, ഞാനും പറയാറുണ്ട്, കൊള്ളാം, കോംബോ ഒക്കെ കൊള്ളാം, പക്ഷെ അവർ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് രസമെന്ന് ഞാൻ പറയാറുണ്ട്. പല വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാനത് പറയുന്നു. രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോഴത്തേക്ക് ഒരു ഗുമ്മുണ്ട്. ഷാനവാസ് ആണെങ്കിലും പലയിടത്തടിക്കും, ലക്ഷ്മിക്കിട്ടടിക്കും, ആദിലക്കിട്ട് കൊടുക്കും, കുഞ്ഞു പെങ്ങളൊക്കെയാണ്, പക്ഷേ ഇടയ്ക്ക് കൊട്ടും, അക്ബറിനിട്ട് കൊട്ടും, അനീഷിനിട്ട് കൊട്ടും, എല്ലായിടത്തും കൊട്ടും. മനസ്സിലായില്ലേ? അനീഷ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലായിടത്തും കളിക്കും. പക്ഷെ ഇവിടെ ജിസൈലിൻ്റെ ആര്യൻ്റെ ആ ഒരു സ്ഥാനത്തിൽ ജിസൈൽ നിന്നപ്പോഴത്തേക്ക് വേറെ ഒന്നിലേക്കും ജിസൈൽ എത്തുന്നില്ല. വളരെ കുറവായിരുന്നു, എപ്പോഴെങ്കിലുമൊക്കെ, അല്ലാതെ എത്തുന്നേ ഇല്ലായിരുന്നു. ആകെ ആര്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണ്ടന്റ് അവിടെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ജിസൈൽ ചാടി വീഴും. അതുമാത്രമേ ജിസൈലിന് ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് നമ്മൾ പറയുന്നത്. ചില കോംബോകളൊക്കെ നല്ലതായിരിക്കാം, ചിലപ്പോൾ അത് മോശമായിരിക്കാം. ഈ മോശം എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ജിസൈലിൻ്റെയും ആര്യൻ്റെയും കേസിൽ ജിസൈലിന് കിട്ടിയ പണി. ആ ഒരു കോംബോ പിടിച്ച് നിന്നുകൊണ്ട് മാത്രമാണ്. ആ കോംബോയ്ക്ക് അപ്പുറത്തേക്ക് ജിസൈലിന് എന്തെങ്കിലും നേരത്തെ തന്നെ വരാൻ പറ്റിയായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ജിസൈലിന് ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റിയേനെ. പക്ഷെ ആ ഒരു സർക്കിളിൽ, ആ ഒരു വലയത്തിൽ നിന്നുപോയി. ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. അതാണ് ജിസൈലിന് പണിയായത്. പിന്നെ ഒണീലിൻ്റെ കേസ് നമുക്കറിയാം. ഒണീൽ ഈസ് ലൈക്ക് പുറത്ത് പോകാനായിട്ട് കണ്ടന്റ് ഉണ്ട്, പക്ഷേ പുള്ളിക്ക് വോട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഈ കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ ഭയങ്കര വോട്ട് കുറവായിരുന്നു. അതിനുള്ള മെയിൻ കാരണം പുള്ളിയുടെ ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റുമോ, പുള്ളി ഉപയോഗിക്കുന്ന രീതി, അങ്ങനെ തന്നെ പറയണം. വോട്ടോച്ചിക്കാർ ഫ്രണ്ട്സ് നമുക്കും ഉണ്ട്, പക്ഷേ അവരുടെ ആ ഒരു സ്ലാങ്ങിൻ്റെ അപ്പുറത്തേക്ക് ചില സാധനങ്ങൾ ഇട്ട് കൊടുക്കും നമ്മുടെ ഉണിയിലേട്ടായി. അവിടെയാണ് ഉണിയിലേട്ടായിക്ക് ഒരു നല്ല പണി കിട്ടിയത്. അതാണ് ജനങ്ങൾക്കൊരു ചെറിയൊരു മടുപ്പ് പുള്ളിയോട് തോന്നാനുള്ളൊരു കാരണം. ഗെയിം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിലാഷ് ഉള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടാതെ അഭിലാഷിനെ വെച്ച് മാത്രമല്ല, അതല്ലാതെ പുള്ളി ഗെയിമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ
പണിവാളിപ്പോയി. എന്താണെങ്കിലും ഇവർ രണ്ടുപേരും കഥം കുതാമാണ്. ഇന്ന് എന്തായാലും ഒരാളുടെ നമ്മൾ കാണത്തുള്ളെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇന്നൊരാൾ പുറത്തു പോകുന്ന കാണും, മറ്റേത് നാളെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ജിസൈൽ ആര്യൻ ഈ കോംബോ പരിപാടി ഇനിയെങ്കിലും ബിഗ് ബോസിലേക്ക് പോകുന്ന ആളുകൾ ഈ കോംബോ പിടിക്കാതിരുന്ന നല്ലതാ. കാരണം ഈ കോംബോ പിടിക്കുകയാണെങ്കിൽ അവസാനം വരെ ആ കോംബോയിൽ പോകണം. എന്നത് വേറൊരു കാര്യം കൂടെ, വേറൊരു പെർസ്പെക്റ്റീവ് അതാ. പണി കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും എങ്ങനെ പണി കിട്ടാതെ മുന്നോട്ട് പോകും ഈ കോംബോ പിടിച്ചു കഴിഞ്ഞാൽ. അതിന് വേണ്ടത് രണ്ടുപേരും അത്യാവശ്യം ഒരു 10-80 എപ്പിസോഡ് വരെയൊക്കെ പോകാൻ പറ്റും. എങ്ങനെ? രണ്ടുപേരും വഴക്കുണ്ടാക്കാതെ തോളത്ത് കൈയിട്ട് അങ്ങ് പോകണം. പിടികിട്ടിയില്ലേ? ആ ഒരു പരിപാടി ഇവരുടെ ഇടയ്ക്ക് പണി വാളിപ്പോയി. ഫാമിലീസ് വന്നു, അത് കൂടാതെ ഗസ്റ്റുകൾ, ഹോട്ടൽ ടാസ്കിൽ അവർ വന്നു, ശോഭയൊക്കെ വന്ന്, അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരോട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, ഇൻഡിവിജ്വൽ ഗെയിം, ഇത് പറഞ്ഞിരുന്നു. ഇവര് അത് കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലേ പണി നടക്കത്തുള്ളൂ, വിട്ടേക്കാം, പിരിയാം. പ്രത്യേകിച്ച് ആര്യനെ തോന്നിക്കാണും. ആ ഒരു പിരിച്ചിൽ അവിടെ പണിപാളി. ഇല്ലെങ്കിൽ ഇവർ ആരെ മൈൻഡ് ചെയ്യാതെ ഇവർ രണ്ടുപേരും പിന്നെയും ഒന്നിച്ച് മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എങ്ങനെയാണെങ്കിലും ഒരു 10-80 എപ്പിസോഡ് വരെയൊക്കെ രണ്ടുപേർക്ക് നിൽക്കായിരുന്നു. ഇതിപ്പോൾ ഒരാൾ പോയെന്ന് പറഞ്ഞാൽ ഇനി ആര്യൻ്റെ ഗെയിം കുറച്ചും കൂടെ ചിലപ്പോൾ മൂക്കും. നല്ല രീതിയിൽ ഗെയിം കളിക്കാനുള്ള സാധ്യത ഉണ്ട് ആര്യൻ ഓൾറെഡി ഗെയിം കളിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മളെ വെറുപ്പിക്കാറുണ്ട്, ഇല്ലേ? എനിക്ക് വെറുപ്പായിട്ട് തോന്നിയിട്ടുണ്ട്, നിങ്ങളിലും ഭൂരിഭാഗം ആളുകൾക്കും തോന്നിക്കാണും. പക്ഷെ ഗെയിമറാണ് ആര്യൻ. ഞാൻ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്, ഗെയിമറാണ് ആര്യൻ എങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കണമെന്ന് അറിയാം. ജിസൈലിന് പറ്റിപ്പോയതാ. ജിസൈലിന് എങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല. വന്നാൽ ഇങ്ങോട്ടൊരു കോണ്ടന്റ് വന്നാൽ അതിൽ പിടിക്കാൻ അറിയാം. അതും ആര്യൻ കൂടെ വേണമായിരുന്നു. ആര്യൻ മാറി, ജിസൈൽ താഴത്തേക്ക് പോയി. അവിടെയാണ് ജിസൈലിന് പണി കിട്ടാൻ തുടങ്ങിയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഈ ഷാനവാസിൻ്റെ അടുക്ക പോയി പെട്ടുകൊടുക്കുക, അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഒന്നും അവിടെ നിന്ന് കളിക്കാനായിട്ട് ജിസൈലിന് പറ്റിയില്ല. അത് ഈ അടുത്ത ദിവസങ്ങളായിട്ട്. പക്ഷേ ഇവരുടെ തമ്മിലുള്ള ആ ഒരു പ്രശ്നം അത് കുറച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്തൊക്കെ ചിലപ്പോൾ ജിസൈലിനുള്ള വോട്ട് മറ്റേ കുത്തനെ താഴത്തേക്ക് പോയി കാണും. അതായിരിക്കാം ജിസൈൽ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്. അടുത്ത ആഴ്ച ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളിലും അല്ലെങ്കിൽ എനിക്കും ഒക്കെ ഫേവററ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിനകത്ത് ഭൂരിഭാഗം ആളുകളും മിക്കവരും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പുറത്തേക്ക് വരുന്നത്. ജിസൈലിൻ്റെ ഒന്നും കേസ് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷേ ജിസൈലിൻ്റെ ഗെയിം പോയല്ലോ എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആര്യനെ ഇങ്ങനെ വട്ടം കറങ്ങുക, അപ്പം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒന്നുമില്ലാത്ത നിമിഷം തന്നെ ജിസൈൽ താഴത്തേക്ക് പോയി. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കണ്ടന്റ് ജിസൈൽ പിടിക്കണമായിരുന്നു, ഗെയിം കളിക്കണമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും വോട്ട് കിട്ടിയേനെ. പക്ഷേ ഇത് ഗെയിം ഇല്ലാതെയായി പോയി ജിസൈലിന്. ആര്യൻ പോയി, ജിസൈലിൻ്റെ ഗെയിം പോയി. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റുമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൻ്റെ അവിടെ മറ്റേ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണും, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.